ഈ ശാന്തി മുഹൂർത്തത്തിൽ കൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ള സമയമാണ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ആ ചെയ്യാൻ പോകുന്നതോ ആ പ്രവൃത്തിക്ക് ഏറ്റവും കൂടുതൽ ഫലം ഉണ്ടാവും. അതാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടുപേരും രണ്ട് എനർജിയാണ്. ഈ രണ്ട് എനർജിയും കൂടെ ഒന്നിച്ചുണ്ടാവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നടക്കുന്നത് എനർജി ട്രാൻസ്മിഷൻ ആണ്. നല്ല സമയത്താണ് നിങ്ങൾ ഈ ശാന്തി മുഹൂർത്തം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല കുട്ടികളെന്ന് ജനിക്കും. നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നേക്കുന്നത്, അല്ലേ? അറിയാതെ ജനിക്കുന്നു, അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നു, അറിയാതെ മരിക്കുന്നു. അപ്പം മേജർ ഇവൻസ് ഏതാണ്? കല്യാണമാണ്, അല്ലേ? ഭാര്യയുടെ വയറിൽ ഓം നമ ശിവായ ഇങ്ങനെ വെച്ചിട്ട് മിനിമം 21 പ്രാവശ്യം ജനിച്ചു നോക്കി. ഒരു അമ്മയുടെ വയറ്റിൽ ഒരു സോള് സെലക്ട് ചെയ്തിട്ടാണ് വന്ന അമ്മയച്ഛനെ തിരഞ്ഞെടുത്താക്കാൻ വരുന്നത്. അത് പ്രതിവട്ട നമസ്കാരം. നമസ്തേ. ഈ ശാന്തി മുഹൂർത്തത്തിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? അതായത് ഈ ശാന്തി മുഹൂർത്തത്തിൽ കൂടെ ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും? ഉറപ്പായിട്ടും. അതായത് ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ചിത്ര വർഷങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് വന്നിരുന്ന സിസ്റ്റമാണ്. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈശ്വര വിശ്വാസികളായി നിൽക്കുന്ന നമ്മൾ ഈ ഹിന്ദു കൾട്ടിൽ ജീവിക്കുമ്പോൾ, ഹിന്ദു കൾട്ട് എന്ന് പറയുന്ന ഒരു മതമല്ലല്ലോ, ഒരു സംസ്കാരമാണ്, അല്ലേ? അപ്പം അതിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ശാന്തി മുഹൂർത്തം ഒരു തലമുറക്കാർ പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് വന്നതാണ്. ഇന്നത്തെ തലമുറയിൽ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ചിത്രയ്ക്ക് ഇപ്പോൾ ഒരു കാര്യം പൂർണ്ണമായിട്ടും പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന സമയം ഏതായിരിക്കും? നമുക്ക് കൺവീനിയൻറ്റ് ടൈം ആയിരിക്കും, അല്ലേ? നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിനെക്കാളും പുറമെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി ഉള്ള സമയമാണ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ പഠിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ആ ചെയ്യാൻ പോകുന്നതോ ആ പ്രവൃത്തിക്ക് ഏറ്റവും കൂടുതൽ ഫലം ഉണ്ടാകും. അതാണ് ഈ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. രാവിലെ 3:30 to 5 o'clock ആ സമയത്ത് എന്ത് വേണോ ഒരു മണ്ഡലകാലം ചെയ്ത് നോക്കി 41 ദിവസം തുടർച്ചയായിട്ട് ആ ഒരു ഹാബിറ്റ് സർക്കുലേഷൻസിലേക്ക് നമ്മൾ വരും. ആ ഹാബിറ്റിൽ വന്നാൽ ആ ഫലം ഉറപ്പാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു എനർജിയെ സ്വാംശീകരിക്കുന്ന ടൈമും കൂടെയാണ്, അല്ലേ? അതുപോലെ ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ടുപേരും രണ്ട് എനർജിയാണ്. ഈ രണ്ട് എനർജിയും കൂടെ ഒന്നിച്ചുണ്ടാവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നടക്കുന്നത് എനർജി ട്രാൻസ്മിഷൻ നടക്കുന്നത്, അല്ലേ? ആ സമയത്ത് ഒരു ശാന്തി മുഹൂർത്തം നല്ല ദൈവജ്ഞന്മാരും ഈ ജ്യോതിഷന്മാരും കൊടുക്കാറുണ്ട്. അത് ഫോളോ ചെയ്യണമെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ ഒരുപാട് പവർഫുൾ കുട്ടികളായിരിക്കും. അത് ഇന്ന് ടോപ്പ് ലെവലിൽ അച്ചീവ് ചെയ്ത് നിൽക്കുന്ന പല കുട്ടികളുടെയും ജാതകമെടുത്ത് പ്രോപ്പറായിട്ടൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജനനം മനസ്സിലാവും. അപ്പോൾ ആ കുട്ടിയുടെ ജനനം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജനനത്തിന് പുറകെ എന്താണെന്നുള്ളത് നല്ലൊരു ജ്യോതിഷൻ അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കുട്ടി എപ്പോൾ ജനിക്കണമെന്ന് പൂർണ്ണമായിട്ട് ഒരു ദൈവജ്ഞൻ തീരുമാനിക്കാൻ പറ്റും. അതായത് അടുത്ത 10 മാസം കഴിഞ്ഞൊരു കുട്ടി ജനിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ന്യൂ കപ്പിൾസ് ആദ്യ ദിവസത്തിലേക്ക് പോകുമ്പോൾ ഈ ശാന്തി മുഹൂർത്തം ആ ഒരു ടൈം കൊടുത്ത് ആ ടൈം കീപ്പ് ചെയ്യണമെങ്കിൽ, അതായത് ഈ സന്ധ്യ സമയങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഈ നെഗറ്റീവ് എനർജീസ് ഒത്തിരിയുള്ള സമയങ്ങളുണ്ട്. പിന്നെ ആ ടൈം ഒഴിവാക്കി നല്ല സമയത്താണ് നിങ്ങൾ ഈ ശാന്തി മുഹൂർത്തം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല കുട്ടികളെന്ന് ജനിക്കും. അതിനകത്ത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എസ്പെഷ്യലി IQ കൂടിയ കുട്ടികളെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ആ കുട്ടിയുടെ ജനനം നോക്കിയാൽ മനസ്സിലാവും. ജനനം നോക്കിയാൽ എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ ഒരു ജ്യോതിഷന്റെ അടുത്ത് ഫോർ എക്സാമ്പിൾ ചിത്രയുടെ കുട്ടി ജനിച്ചത് രാവിലെ 10 മണിയാണെന്ന് വെച്ചോളൂ. നല്ല മുഹൂർത്തവും നല്ല സമയമാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് ജ്യോതിഷന്റെ അടുത്ത് കൊടുത്താൽ ചിത്ര എന്നാണ് കൺസീവ് ആയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കൺസീവ് ആവുന്നതിന് മുൻപ് നിങ്ങൾ എന്നാണ് ഈ ശാന്തി മുഹൂർത്തം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററി എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതെടുത്ത് പോകുന്നതിന് പുറമെ പുതുതായിട്ട് ചെയ്യുന്ന കല്യാണം കഴിഞ്ഞ് വരുന്നതിൻ്റെ നമ്മളിവിടെ ജനിക്കുന്ന സമയത്ത് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ. അത് നമ്മുടെ ഒരു പർപ്പസാണ്. ചിലർ പറയും എനിക്കിപ്പോൾ കുട്ടി വേണ്ട, നമ്മൾ ജസ്റ്റ് കല്യാണം കഴിച്ചു. അതല്ല, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നേക്കുന്നത്, അല്ലേ? അറിയാതെ ജനിക്കുന്നു, അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നു, അറിയാതെ മരിക്കുന്നു. അപ്പം മേജർ ഇവൻസ് ഏതാണ്? കല്യാണമാണ്, അല്ലേ? കല്യാണം മേജർ ഇവൻസ് ആണ്. ആ മേജർ ഇവൻസിനെ നമ്മൾ പ്രോപ്പറായിട്ട് ശാന്തി മുഹൂർത്തം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതാണ്. അതിന് പുറമെ ഈ നമ്മളിപ്പോൾ ഈ ശാന്തി മുഹൂർത്ത സമയത്ത് നമ്മൾക്ക് ജപിക്കേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നല്ലൊരു ദൈവജ്ഞന്റെ അടുത്ത് പോയി ചോദിച്ചാൽ പറഞ്ഞു തരും. അങ്ങനെ ജപത്തിൽ കൂടെയാണ് ഒരു കുട്ടിയുടെ ഉത്ഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാരൻസ് തമ്മിലുണ്ടാകുന്ന ഒരു ഫിസിക്കൽ റിലേഷനകത്ത് അങ്ങനെ ഒരു ജപവും കൂടെ നടക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന എനർജി ഭയങ്കര വലുതായിരിക്കും. അതായത് ഇപ്പൊ നോർമലി ഒരു കുട്ടി പേടിച്ചെന്ന് വെച്ചോളൂ,
നമ്മൾ കാതിൻ്റെ അടുത്ത് പോയിട്ട് കുട്ടിയുടെ ചെവിയിലേക്ക് ഒരു 21 പ്രാവശ്യം ഓം നമ ശിവായ ജപിച്ചു നോക്കുക. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. സ്വന്തമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം ഈ നമ്മൾ വെള്ളത്തിൽ എനർജൈസ് ചെയ്യില്ലേ, 2 ഗ്ലാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ 21 പ്രാവശ്യം ഓം നമ ശിവായ ജപിക്കുക, ഒരു ഗ്ലാസ് വെള്ളം വെറുതെ വെക്കുക. ഈ ജപിച്ച വെള്ളം കുടിച്ചു നോക്കുക, അപ്പൊ ടേസ്റ്റ് മനസ്സിലാവും. ഇത് സാധാ ടേസ്റ്റ് ആയിരിക്കും, ഇത് എനർജൈസ്ഡ് ആണ്, വാട്ടർ എനർജൈസ്ഡ് ആണ്. അതുപോലെയാണ് കുട്ടിയുടെ ചെവിയിൽ ഓം നമ ശിവായ എന്ന് പറയുന്നത്. അതുപോലെ ഞാനിത് പറയാൻ കാരണം, കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ആ പെൺകുട്ടിയോട് ഹസ്ബൻഡ് തീവ്രമായിട്ട് ഓം നമ ശിവായ 2 കാതിലും ജപിക്കുകയാണെങ്കിൽ, എന്നിട്ട് മഹാദേവനോട് സങ്കല്പം വരണം, എനിക്ക് ജനിക്കുന്ന കുട്ടി ഒരു, എല്ലാ പാരൻസിനും ആഗ്രഹം ഉണ്ടല്ലേ, എൻ്റെ കുട്ടി ഒരു അജയ്യനായിരിക്കണം, നല്ല ബുദ്ധിയുള്ളവനായിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ജനിക്കുന്ന കുട്ടി ഭയങ്കര പവർഫുൾ കുട്ടിയായിരിക്കും. പിന്നെ ഈ കൺസീവ് ആയി എന്ന് തുടങ്ങുന്ന സമയത്ത് എന്താണ്, ഒരു അമ്മയുടെ വയറ്റിൽ ഒരു ജീവനാണ് അല്ലേ. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ ഹസ്ബൻഡ് ഭാര്യയുടെ വയറിൽ ഓം നമ ശിവായ ഇങ്ങനെ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് മിനിമം 21 പ്രാവശ്യം ജപിച്ചു നോക്കിയേ, കുട്ടിയുടെ ഇതറിയാൻ പറ്റും. ഓരോ സ്കാനിങ്ങിലും കുട്ടിയുടെ റിസൾട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ എത്ര ക്രോണിക് കേസോ ആയിക്കോട്ടെ, അതായത് ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും കുട്ടി ക്രോണിക്കാണ്, വെയിറ്റ് കുറവാണ്, ഇങ്ങനെ പല പല സംഭവം പറയും. പക്ഷെ ഹസ്ബൻഡ് എല്ലാ ദിവസവും രാവിലെ കുട്ടിയുടെ, പലരും നെയ്യ് ജപിക്കാറുണ്ട് അല്ലെ, മഹാദേവ ക്ഷേത്രത്തിൽ നെയ്യ് ജപിച്ച് കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാ? അമ്മയ്ക്ക് നല്ലതാ, കുട്ടിക്ക് നല്ലതാണ്, കുട്ടിക്ക് എപ്പോഴും ഒരു, ചിലർ വരെ നെയ്യ് കൊടുക്കരുതെന്ന് പറയും. അത് ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് ഫോളോ ചെയ്യുക. പക്ഷെ വേറെ ഒന്നും വേണ്ട, ആ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു ഭാര്യയുടെ വയറിൽ ഹസ്ബൻഡ് കൈ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഓം നമ ശിവായ മിനിമം 21 പ്രാവശ്യം ജപിക്കൂ. കുട്ടി ഭയങ്കര ഐക്യമുള്ള നല്ല ഷാർപ്പായ ഒരു കുട്ടി നിങ്ങൾക്ക് ജനിക്കും. ഉറപ്പാണ്. മഹാദേവന്റെ ഒരു ബ്ലെസ്സിങ്സ് അവിടെ ഉണ്ടാവും. കാരണം കുട്ടിയുടെ ജനനം, നമ്മുടെ വീട്ടിലൊക്കെ കുട്ടിയുള്ള സമയത്ത് എത്ര വയസ്സ് വരെയാണ് കുട്ടിയെ നമ്മളൊരു ദൈവികമായിട്ട് കാണുന്നത് അല്ലെ. ചെറിയ കുട്ടിയാണെങ്കിൽ വീട്ടിലൊരു ദൈവം ഉണ്ടെന്നുള്ളതാണ് സങ്കല്പം അല്ലെ. അതിനേക്കാളും അപ്പുറമാണ് ഒരു കുട്ടി, അമ്മയുടെ വയറിലൊരു കൊച്ചുണ്ട്, ഒരു ജീവനാണ്, ആ സോളാണ്. ആ ജീവനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നിരിക്കും. അത് ഓം നമ ശിവായ ജപിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ജനിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഏറ്റവും മഹത്വമുള്ള കുട്ടിയാവും. എല്ലാ കുട്ടികൾക്കും മഹത്വമുണ്ട്, ഇല്ല എന്നുള്ളതല്ല. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്ന ആ ലെവലിലേക്ക് കുട്ടി വരും. ജ്യോതിഷപരമായിട്ട് ചിത്ര ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജ്യോതിഷത്തിൽ ബേസിക്കലി പറയുന്നൊരു സംഭവം തന്നെയാണ് ശാന്തി മുഹൂർത്തം എന്ന് പറയുന്നത്. നല്ല ജ്യോതിഷന്മാരും നല്ല ദൈവജ്ഞന്മാരും കല്യാണത്തിന്റെ മുഹൂർത്തം നോക്കുന്ന സമയത്ത് അതുപോലെ ശാന്തി മുഹൂർത്തം കൊടുക്കാറുണ്ട്. വളരെ ഫെമിലിയർ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ശാന്തി മുഹൂർത്തം എത്രത്തോളം ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ട്രഡീഷണൽ ഫാമിലി അല്ലെങ്കിൽ ഒരു ജ്യോതിഷത്തിലും ഈശ്വര വിശ്വാസമുള്ള ഫാമിലി അത് ഫോളോ ചെയ്യുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് ജനിക്കുന്ന കുട്ടികൾ, നമ്മളിവിടെ ഭൂമിയിൽ ജനിക്കുന്നതിൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് ഉണ്ടല്ലോ, അതിൽ പർപ്പസ് ഓഫ് ലൈഫിൽ മെയിനായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്താണ്, അടുത്ത തലമുറയുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ്. ഒരു കുട്ടി ജനിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മേജർ കർമ്മമാണ് അല്ലേ. നമ്മൾ അറിയാതെ ജനിക്കുന്നു, അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുന്നു, അറിയാതെ മരിക്കുന്നു. 3 മേജർ ഇവൻറ്റ്സ് ആണ്. 3 മേജർ ഇവൻറ്റ്സിൽ അറിയാതെയാണ് നമ്മൾ ജനിച്ചു വരുന്നത് അല്ലേ. പക്ഷേ അറിയാതെ മരണമുണ്ട്. മരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ജനിക്കുമ്പോൾ അറിയുന്നില്ല. ഒരു അമ്മയുടെ വയറ്റിൽ ഒരു സോള് സെലക്ട് ചെയ്തിട്ടാണ് വന്ന് അമ്മയച്ഛനെ തിരഞ്ഞെടുത്തിട്ടാണ് വരുന്നത്. അതറിയാമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മളുടെ ഒരു മരണശേഷം നമ്മൾ പോകുന്ന ഡയമെൻഷൻസിൽ നിന്നും നമ്മൾ അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് ജന്മം എടുത്ത് വരുന്നതാണ്.